എന്താ ദൈവം ഇതിനെയായിരുന്നോ? ആ ആടെ കാലൊക്കെ നോക്ക് സാറേ പ്രതിയെ പിടിച്ചോ. ഒരാളെ കിട്ടി. അവിടുന്ന് ഇങ്ങോട്ടാ എടുത്ത് എന്നെ എറിഞ്ഞത്. എടുത്ത് എറിയുമായിരുന്നില്ലേ? സാറ് നിക്കുന്നതിന് ഇവിടോട്ട് എടുത്ത് എറിയുമായിരുന്നു. ഇതിന്റെ മോളെയായിരുന്നു. എന്താ ദൈവം ഇതിനെയായിരുന്നോ? ആ ആടെ കാലൊക്കെ നോക്ക് സാറേ പ്രതിയെ പിടിച്ചോ. ഒരാളെ കിട്ടി. അച്ഛനെ സുനിൽകുമാർ മകനെ കിട്ടിയില്ല. മകൻ ഒളിവിലാണ്. അവിടുന്ന് ഇങ്ങോട്ടാ എടുത്ത് എന്നെ എറിഞ്ഞത്. എടുത്ത് എറിയുമായിരുന്നില്ലേ? സാറ് നിക്കുന്നതിന് ഇവിടോട്ട് എടുത്ത് എറിയുമായിരുന്നു. ആരാ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന? മോനായിരുന്നു അച്ഛനായിരുന്നു? ഏറ്റവും കൂടുതൽ അച്ഛനാ പ്രശ്നം ഉണ്ടാക്കുന്നത്. സുനിൽകുമാർ എവിടുത്തുകാരനാന്ന് അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല. ഇറങ്ങിയതല്ല ഇയാള് കാരണം ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായത്. മാത്രമല്ല അപ്പുറത്തൊരു കുഞ്ഞു ചെറുക്കൻ 9ൽ പഠിക്കുന്ന ചെറുക്കനുണ്ടായിരുന്നു. അവനെ എന്നെ വെച്ച് വൃത്തിയോടൊക്കെ പറയുകയൊക്കെ ചെയ്ത് അതൊക്കെ ചോദിച്ചപ്പോ ഒക്കെ ഭയങ്കര വിഷയമായിരുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള കുഞ്ഞും ഒക്കെ മാറിപ്പോയി. അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ബക്കറ്റും ചൂലും എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂല് നോക്കിയപ്പം കണ്ടില്ല. അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു ക്യാമറ നോക്കാൻ പറഞ്ഞു. ക്യാമറ ഞാൻ നോക്കിയപ്പോ രാത്രി 8:30 ആയപ്പോ പതുക്കെ ചൂലെടുത്ത് പിന്നെ ബക്കറ്റ് എടുത്ത് കൊണ്ടുവന്നു. അപ്പൊ രാവിലെ ഇത് പോയി ചോദിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോ നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞു. ചോദിച്ചപ്പം അയാൾ കൈ മലത്തി അയാൾക്കൊന്നും അറിയത്തില്ല. തെളിവുണ്ട്. ഞാൻ പറഞ്ഞ തെളിവുണ്ടെന്ന് പറഞ്ഞു. തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അമ്മ എന്തിനാ കേസ് കൊടുക്കുക? അതിന് അമ്മയുടെ മെക്കെട്ട് കയറി അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ അസഭ്യം പറയുകയൊക്കെ ചെയ്തു. അതൊക്കെ അയാള് ഈ വീട്ടിലെ പേരെന്താണ്? സുനിൽകുമാർ. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കില് പിന്നെ നമ്മള് വാടകയ്ക്ക് താമസിക്കുന്നത് എല്ലാം ഓരോ ഓണറിന്റെ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഞാനിവിടെ അമ്മ തുണി കഴുകുന്ന നോക്കി നിൽക്കുമായിരുന്നു. വേറെ ചൂലില്ലല്ലോ, എന്തോ ചെയ്യും. ഇതിനു മുമ്പും കുറെ സാധനം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. വിറകായാലും ഇതിനു മുമ്പ് കുറെ ചൂലും കാര്യങ്ങളൊക്കെ. തീരെ സൈ കെട്ടിട്ടാ ഞങ്ങൾ എത്രയും പൈസ മുടക്കി വെച്ചത് തന്നെ. അത്ര സൈ കെട്ടിട്ടാ വെച്ചത്. അങ്ങനെ പിന്നെ ഇത് ഞങ്ങള് ചോദിച്ചതിന്റെ പേരില് കുറെ തെറി വിളിക്കുകയും മോശമായിട്ട് ഓരോന്ന് കാണിക്കുകയും ഒക്കെ കാണിച്ചു. എനിക്കത് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ടാ സംസാരിച്ചേ. അങ്ങനെ ഞാനും തീരെ സൈ കെട്ടപ്പം ഞാനും തിരിച്ചു പറഞ്ഞു. ഇതിനു മുമ്പും കുറെ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് വെറുതെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒക്കെ നമ്മള് മാക്സിമം ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു മാറി കൊടുത്തോണ്ടിരുന്ന. ഒരു വർഷം ഇന്ന് രാവിലെ മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറഞ്ഞു പോവായിരുന്നു. മോട്ടർ തുളുമ്പി പോവായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് ഇതെന്തിന് ഇത്രയും വെള്ളം ഉണ്ടായിട്ടും ഇട്ട് കളയുന്നതെന്ന് ചോദിച്ചതിന് അതിന്റെ ഇവിടെ നിന്ന് അവരുടെ ഭാര്യ എന്നെ അവരുടെ ഭാര്യ എന്നെ ഇവിടെ നിന്ന് ചീത്ത വിളിച്ചു. ഞാൻ ഇത് കേട്ട് ഞാൻ പറഞ്ഞ എന്നെ വിളിക്കണ്ട, നിങ്ങളെ വീട്ടിലുള്ളവർ നിങ്ങൾ തിരിച്ച് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവരുടെ മോനും അവരുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ വന്ന് ഞാൻ വാതിലിൽ നിൽക്കുമായിരുന്നു. കതവാണെ തള്ളി തുറക്കുക. ഞാൻ അടിയിലത്തെ കതവ് തുറന്നിട്ടില്ലായിരുന്നു. എന്റെ 2 വട്ടം എന്റെ ചെള്ളക്കടിച്ച് ഞാൻ ഇങ്ങനെ തടയാൻ ശ്രമിച്ചു. എന്റെ കൈ അപ്പത്തന്നെ അവരുടെ അമ്മ വന്ന് എന്റെ മുടിയിലും പിടിച്ച് അയാൾ പിടിച്ച് കയ്യിലും പിടിച്ച് എന്നെ എടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി. ഞാൻ കാലിനിപ്പോ ചതവുണ്ട്, പിന്നെ മുറിവുണ്ട്. ഇപ്പം ഡ്രസ് ചെയ്തേക്കുവാ. ഞാൻ വാതിലിൽ നിൽക്കുമായിരുന്നു. ഇത്രയും താഴെയുള്ള മിറ്റല്ല, നല്ല പടിയല്ലേ. അതിൽ നിന്ന് മിറ്റത്തോട്ട് ഒറ്റയായിരുന്നു. മോന് കൂടെ അവരുടെ അമ്മ എന്റെ മുടി പിടിച്ച് വലിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു ഞാൻ അവിടെ മുറി പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോലീസിനെ കാണിച്ചപ്പോ ഞാൻ അവരൊന്നും ചെയ്തില്ല. എന്നിട്ട് അവര് വെറുതെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റ് ആക്കിയേക്കുന്നത്. പക്ഷെ വീഡിയോയിൽ ഞാൻ അവരൊന്നും ചെയ്തിട്ടില്ല. അവരാ എന്നെ എല്ലാം ചെയ്തത്. അമ്മ ജോലിക്ക് പോയിക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു ഒരു 10:45 കഴിഞ്ഞു രാവിലെ. അതെ, കൊറേ ആയി സഹിക്കുന്നു. 4 വീട്ടുകാർ ഇവര് കാരണം മാറിപ്പോയി. ഞങ്ങളെയും കൊറേ മാറ്റാൻ നോക്കി. സുനിൽകുമാർ. അതൊന്നും നമുക്കറിയില്ല. മകന്റെ പേരെന്താ? മിഥുൻ. ഈ മകനാണ് നമ്മളെ ഉപദ്രവിച്ചത്, വലിച്ചെടുത്ത് എറിഞ്ഞത്. പക്ഷെ അങ്ങേര് കൈ ഓങ്ങിയപ്പോ ഇവൻ പിടിച്ച് വലിച്ച് താഴെയിട്ടു. ഇനി ഇത് ക്യാമറ കാണാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം മറച്ചിട്ടേക്കുമായിരുന്നു. എല്ലാം മറച്ചിരിക്കുക. അവിടെ നേരത്തെ താമസിച്ച ആന്റി ഇയാളുടെ ശല്യം കാരണം ക്യാമറ വെച്ച് അവിടെ മറച്ചിട്ടേക്കുമായിരുന്നു. അവര് മാറിയപ്പോ പിന്നെ അതെല്ലാം ഇവിടെ കൊണ്ടിട്ട്. അയൽവാസി കാരണം നമ്മൾ താമസം മാറി പോകേണ്ട അവസ്ഥയാണ്. ഞങ്ങൾ എന്നിട്ട് വേറെ ഒത്തിരി വീടുകളൊക്കെ ശല്യമാ. ഞാന് സത്യം പറഞ്ഞ എങ്ങനെയാ ഞാൻ പോലീസിനടുത്ത് പോയി സഹി കെട്ടിട്ട് അവിടെ കംപ്ലൈന്റ് കൊടുത്തത്. ഞാൻ ഈ കാര്യം വയ്യാതെ പോകുന്ന എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഒരു 2020 ഒരു ആക്സിഡന്റ് ഉണ്ടായ കാലിന്റെ ലിഗമെന്റ് 3 പൊട്ടിപ്പോയിട്ടത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കും. മറ്റേ സ്ക്രൂ ഇട്ടേക്കുക. അതിന് ഞാൻ കാലെ തുണിയൊക്കെ ചുറ്റിയായി പമ്പ് ജോലിക്ക് പോകുന്നു. നെല്ലിപ്പള്ളിയിൽ ഇന്ത്യൻ ഓയിലില്. വേറെ വരുമാനമൊന്നുമില്ല. ഇല്ല, എന്റെ പപ്പ ജോലിക്ക് പോകുന്ന വീട്ടു ജോലിക്ക് പോയേക്കുക.